ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്നറിയോ? കായച്ചാറ് പറയും, പാലക്കാട്ടിലെ കായച്ചാറ്. അപ്പോൾ അതിന് നമുക്ക് കടലപ്പരിപ്പ് വേവിക്കാനിടണം. ഇത് കടലപ്പരിപ്പും പിന്നെ പരിപ്പ് കറി വെക്കണ പരിപ്പില്ലേ, തുവരപ്പരിപ്പ്, അത് നമുക്ക് ഒരു പിടി ഇട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെ ഒരു പിടി വേണമെങ്കിൽ ഒരു ഇത്തിരി ഇടാം, ഇത്ര തന്നെ. പിന്നെ നമുക്ക് ഇത് കഴുകിയിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ പരിപ്പ് അവിടെ വേകട്ടെ. നമുക്ക് ഇനി ഇപ്പുറത്ത് അടുപ്പ് കത്തിച്ച് നമുക്ക് ചട്ടി വെച്ചെടുത്തിട്ട് ചാറ്റിലേക്കുള്ളത് താളിക്കണം. അത് നോക്കാം. ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ചട്ടി ചൂടായി വരട്ടെ. അപ്പം നമുക്ക് എന്തൊക്കെ ഇടേണ്ടതെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായി. നമുക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. 2 മണിയേ പാടുള്ളൂ, കഴിക്കുള്ളൂ. അതിട്ടു. എന്നിട്ട് പിന്നെ ഇനി വേണ്ടിയത് നല്ല ജീരകം, ഏലക്കായി 2 എണ്ണം, പട്ട ഒരു 3 എണ്ണം, കറാമ്പു ഒരു 5 എണ്ണം. ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി അതായത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇത് ചതക്കിയത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് പിന്നെ മല്ലി, മുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതിട്ട് കൊടുക്കുക. ഗരം മസാല ഒരു നുള്ള് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പട്ടയും കറാമ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അത് വേണമെങ്കിൽ ഒരു നുള്ള് ഇട്ട് കൊടുക്കുക. ഇതിൽ ഇനിയും ഈ കായച്ചാറ് പറയണത് കുറച്ചും കൂടി സാധനങ്ങൾ ഇതിൽ വരാനുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോൾ ആട്ടിറച്ചിൻ്റെ എല്ലും ഉണ്ടല്ലോ, അത് ഇതിൽ വരും. പക്ഷേ എനിക്കത് കിട്ടാനില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെപ്പ് ഇവിടെ എപ്പോഴും. അത് വെച്ചാലോ അതേപോലെ തന്നെ ഉണ്ടാവും, എല്ലുമ്പൊക്കെ ഇട്ടിട്ട് വെച്ച പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുക. അപ്പം ഇനി ഇത് മൂത്ത് വരട്ടെ. അപ്പോൾ ഇനി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1.5 ടീസ്പൂണ്, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി അരയില്ല, 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി വന്നിട്ട് 1, 2, 3, 4 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇത്തിരിയും കൂടെ എണ്ണ വേണം. എണ്ണ ഇല്ലാത്ത കാരണം ഒരു വരണ്ട പിടിച്ച പോലെ ഉണ്ട്. കുറച്ചും കൂടി എണ്ണ ഒഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മുളക് പൊടിൻ്റെ എല്ലാം പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കായ്കറികൾ ഇട്ട് കൊടുക്കാം. കായ്കറി വന്നിട്ട് കത്തിരിക്കായ്, വാഴക്കയാണ് പ്രധാനം. വാഴക്കയും മുരിങ്ങക്കായാണ് പ്രധാനപ്പെട്ട സാധനം. അതില്ല, വാഴക്കുണ്ട്, മുരിങ്ങക്കായ് മാത്രം എനിക്കില്ലാണ്ടായി. മുരിങ്ങക്കായ് എവിടെയും പോയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ പറഞ്ഞ പോലെ ചെയ്യല്ലേ. അപ്പോൾ ഇളക്കി കൊടുക്കാം നമുക്ക്. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിക്കുക, ഉപ്പ് ഇടുക. എന്നിട്ട് തിളച്ച് മണം പോയതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കാനുണ്ട്. കറിവേപ്പില ഇട്ടില്ല അല്ലേ, അത് മറന്നുപോയി മക്കളെ. കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ, മറന്നുപോയി. ഇട്ടാലും മതി. ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് തക്കാളി, പച്ചമുളക് അതും ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേകാനുള്ള വെള്ളം വേണ്ടേ. അപ്പോൾ ഈ കപ്പിന് ഒരു 1/4 കപ്പ് ഒഴിച്ചാൽ മതി. നോക്കട്ടെ. കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. മതി, എത്ര മതി. ഇത് നല്ലോണം തിളച്ചിട്ട് ഇത് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിൽ തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ പുളി ഒഴിക്കണം. പുളി ആദ്യം ഒഴിച്ചതിന് ശേഷം തേങ്ങ ഒഴിക്കുക. തേങ്ങ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് എന്താ പറയുക, പരിപ്പ് വേവിച്ചത്. തേങ്ങ കൂട്ടുമ്പോഴാണ് അത് കൂട്ടാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. അതിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കഷ്ണത്തിൽ ഉപ്പ് പിടിക്കണ്ടേ. ഉപ്പ് ഇട്ട് ഇനി വെന്തിട്ട് നമുക്ക് നോക്കാം. അപ്പം നമുക്കിതാ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി പുളി ഒഴിച്ച് കൊടുക്കാം നമുക്ക്. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇതാണല്ലേ, കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി പുളി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചിട്ട് തേങ്ങയും പരിപ്പും വേവിച്ചത് കൊട്ടിക്കൊടുക്കുക. ഇനി തേങ്ങയൊക്കെ അരക്കുമ്പോൾ കറക്റ്റാവും. ഉപ്പും പുളിയൊക്കെ ഇപ്പം ഉണ്ട്. അപ്പോൾ തേങ്ങ ഒഴിക്കുമ്പോൾ കാണാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. പുളി ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വന്നു. ഇനി കടലപ്പരിപ്പും വേവിച്ചത് ഇതിൽ കൊട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം. തേങ്ങ ഒഴിച്ചിട്ട് ഒന്ന് തുള്ളിയിട്ട് ഇങ്ങോട്ട് ഇറക്കി വെക്കാം. നമുക്ക് വേണമെങ്കിൽ താളിക്കാമെന്ന് മാത്രം കേട്ടോ.
ഇനി പ്രധാനപ്പെട്ടിട്ട് ഇതിലേക്ക് എന്താ വേണ്ടിയെന്നറിയാമോ? ഈ കായച്ചാറ് വെക്കുമ്പോൾ നമുക്ക് പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല. മാങ്ങ പച്ച മാങ്ങ അങ്ങോട്ട് ഇട്ടാൽ നല്ല കായച്ചാറ് നല്ല ടേസ്റ്റാണ്. അതുപോലെ മുരിങ്ങക്കായ്, വാഴക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിലേക്ക് ഇടുക. അപ്പോൾ എൻ്റെ അടുത്ത് മുരിങ്ങക്കായ് ഇല്ല, മാങ്ങയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി. ഇത്തിരി ഉപ്പ് വേണം, ലേശം ഉപ്പിട്ടാൽ ചാറ് നന്നായി. ഇത്ര ഇട്ടാൽ മതി. ഇനി ഒന്നും കൂടെ തുള്ളിയിട്ട് ഇറക്കി വെക്കാം. വേണമെങ്കിൽ താളിക്കാം. തന്നെ ഞാൻ വെള്ളം ഏറുമോ പറഞ്ഞിട്ട് കുറച്ച് പരിപ്പിലത്തെ വെള്ളം ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇത് ഇത്തിരി കുറുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ഇത് ഒഴിച്ച് കൊടുക്കാം. കുഴപ്പമില്ല, അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാകത്തിനുള്ള ലൂസായി കണ്ടില്ലേ. ഇനി ഇത് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടിട്ട് ഇറക്കി വെക്കാം. ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കായച്ചാറ് വെക്കുന്നത് ഇങ്ങനെയാണ്. ഇതിലേക്ക് എലുമ്പൊക്കെ വേണം. ആടിൻ്റെ ഇറച്ചിൻ്റെയൊക്കെ എലുമ്പ് കൊഴുപ്പൊക്കെ ഉണ്ടാകില്ലേ, അതൊക്കെ ഇട്ടിട്ടാണ് വെക്കുക. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ താളിക്കുമ്പോൾ തന്നെ ഈ എന്താ പറയുക, എലുമ്പും പിന്നെ കൊഴുപ്പൊക്കെ ഉണ്ടാകുമല്ലോ, അതിനിട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ആ ഒരു പതിര് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാവും. അത് വേകുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക. അല്ലെങ്കിൽ കുക്കറിൽ ഒരു 2 വിസിൽ അടിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വെച്ച് നോക്കി. അപ്പോൾ നന്നായിരിക്കും ചാറ്. ഇപ്പോഴും ഇങ്ങനെ വെച്ചാലും നന്നാകും. പക്ഷേ അതിൻ്റെ ഒരു കമ്മി ഉണ്ടാവും എന്ന് മാത്രം. ഈ ഇറച്ചി എലുമ്പ് ഇടണതിൻ്റെ കമ്മി ഇതിലുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കാണിച്ചു തന്നത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കുക. എനിക്ക് കമൻറ്റിൽ അറിയിക്കുക. എല്ലാം ചെയ്യണം കേട്ടോ മക്കളെ. അസ്സലാമു അലൈക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.